നമസ്കാരം കൂട്ടുകാരെ, ടെക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ജാഫർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ, ഒരു ഏണിംഗ് ആപ്പ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ടെക് ടീം തന്നെ ഡെവലപ്പ് ആപ്പ്. ഈ ഏണിംഗ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പെർ ഡേ ഒരു 100 റുപ്പീസോളം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു മന്ത്ലി 3000 ആപ്പ് നമുക്ക് ഈ ആപ്പ് വഴി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്ന് ഓൺ റെക്കോർഡ് വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ലോഗോയിലാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആവുക. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടെക് ആഷൻ എന്ന പേരിൽ തന്നെ ഒരു പേജ് ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇത് കംപ്ലീറ്റ് ഓൺലൈനാണ് ആപ്പ്. ചെറിയൊരു ലോഡിങ് ടൈം കാണിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് പേജിലോട്ട് പോകുന്നതാണ്. അവിടെ നമുക്ക് ഒരു യൂസർ നെയിം, പേപ്പാൽ മൊബൈൽ നമ്പർ, പേപ്പാൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വേണം നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ആഡ് ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതിൽ നിങ്ങളൊന്നും തന്നെ തോന്നരുത്, കാരണം ആപ്പ് റൺ ചെയ്യുന്നത് ആഡ്സ് എന്നുള്ള ഏണിംഗാണ്. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. സോ ആഡ്സ് എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ പേജിലോട്ട് വീണ്ടും വരിക. സോ അതിൽ നമ്മൾ യൂസർ നെയിം, മൊബൈൽ നമ്പർ, പേപ്പാൽ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. റെഫറൽ കോഡ് യൂസ് ചെയ്യുക. റെഫറൽ കോഡ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വേറെ ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ കോഡ് കൊടുക്കുന്നുണ്ട്. ആ റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. കാരണം റെഫറൽ കോഡ് ഇല്ലാതെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പാസ്വേഡും നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഇതിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ, ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം മാൻഡേറ്ററി ആണ്. പ്രൊഫൈൽ പിക്ചർ കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ടിക്ക് ആരോ കാണുന്നതാണ്. ടിക്ക് ആരോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ, ഇമേജ് സൈസിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്നത് ഇതേപോലുള്ളൊരു ഇൻ്റർഫേസിലാണ്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലോഡ് ആയതിനു ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് നമുക്ക് ഈ തരത്തിലുള്ളൊരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. സോ അപ്പോഴും ആഡ്സ് വരുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ആഡ്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് കളയുക. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആഡ്സ് എന്നുള്ള വരുമാനമാണ് നമ്മൾ ഈ ആപ്പ് റൺ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. സോ ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോഴും ആഡ് കാണിക്കുന്നതാണ്. സോ ഈ ഇടത്ത ഭാഗത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അടുത്ത പേജസുകളിൽ കാണിക്കുക. അതിൽ നമുക്ക് ഹോം, ടാസ്ക്, നോട്ടിഫിക്കേഷൻ, വാളറ്റ്, ഷെയർ ആൻഡ് എയിൻ, കോൺടാക്റ്റസ് എന്നുള്ള ബട്ടൺസ് ഉണ്ട്. സോ അതിൽ നമ്മൾ വാളറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണുന്നതായിരിക്കും. സോ ഞാൻ ഇനി അടുത്ത നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോഴും ആഡ്സ് വരുന്നതായിരിക്കും. ദയവേത് നിങ്ങളതെല്ലാം സ്കിപ്പ് ചെയ്യുക. ആഡ്സ് കൂടുതലാണെന്നുള്ള നെഗറ്റീവ് കമൻസ് ഇടാതിരിക്കുക. കാരണം ഈ കാണിക്കുന്ന ആഡ്സിൻ്റെ ഒരു പെർസെൻറ്റേജാണ് നിങ്ങൾക്കും എനിക്ക് കിട്ടുന്നതിൻ്റെ 50% നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ടാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മെയിനായിട്ട് 2 ടാസ്ക്കാണ് കാണിക്കുക. ഒരെണ്ണം ഏൺ ഫ്രം ക്ലിക്കിംഗ് ആഡ്സും, another one earn from watching ads. ഫസ്റ്റ് ഓപ്ഷനായ ഏൺ ഫ്രം ക്ലിക്കിംഗ് ആഡ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് ഇംപ്രഷൻസും ഒരു ആഡ് ക്ലിക്കും ചെയ്യുന്നതിന് കൊണ്ട് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആവുക. സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജിലോട്ട് വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അവിടെ നമുക്ക് കൊടുത്തിരിക്കാം 30 ഇംപ്രഷനും ഒരു ക്ലിക്കും. 30 ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ 30 ആഡ്സ് ലോഡ് ആവുന്നതാണ്. നമ്മളതിനെ സ്കിപ്പ് ചെയ്ത് വിടാം. അതിൽ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്യണം. സോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷോ ആഡ്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആവുകയാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഇംപ്രഷൻസിൻ്റെ ആഡ് വരുന്നത്. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ലിക്ക് വേണം ചെയ്യാനായിട്ടെന്ന് വരുന്നു. ഏതെങ്കിലും ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൗസറിൽ ആഡ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മൾ ആഡ് ആ പേജിൽ സ്റ്റേ ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. ആഡെല്ലാം എവിടെയും ക്ലിക്ക് ചെയ്യാനൊന്നും നിർബന്ധമൊന്നുമില്ല. അത് ജസ്റ്റ് ബ്രൗസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആപ്പിലോട്ട് പോവാം. അവിടെ കാണുന്ന ബാക്കിയുള്ള 30 ഇംപ്രഷൻസും സ്കിപ്പ് ചെയ്ത് പോകാം. ഞാനത് തൽക്കാലം ഇംപ്രഷൻസ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ്. ദെൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് വീണ്ടും നമ്മൾ ഏൺ ഫ്രം ക്ലിക്കിംഗ് ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ
ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോയിൻറ്റ്സിനെ നമുക്ക് വാലറ്റിലോട്ട് മൂവ് ചെയ്യാനും സാധിക്കും. സോ നമ്മളത് കംപ്ലീറ്റ് ആയി നമ്മൾ ഗെറ്റ് യുവർ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് നമ്മുടെ വാലറ്റിലോട്ട് മൂവ് ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ വാലറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് വന്നിരുന്നത്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത സമയത്ത് 10 പോയിൻറ്റ്സ് ആണ് നമുക്ക് അതിൽ കാണിച്ചിരുന്നത്. സോ നമ്മൾ ഇപ്പോൾ വീണ്ടും വാലറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, 0 പോയിൻറ്റ്സ് എന്നുള്ളത് 10 പോയിൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ടാസ്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏൺ ഫ്രം വാച്ചിങ് ആഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനിലൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനായി വീണ്ടും ടാസ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏൺ ഫ്രം വാച്ചിങ് ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ആ സമയത്തും ആഡ്സ് വരും, നോർമൽ ആഡ്സ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുക. ദെൻ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 10 പോയിൻറ്റ്സ് അതിൽ കാണിക്കുന്നുണ്ട്. ദെൻ നമ്മൾ അവിടെ വാച്ച് ആഡ് ആൻഡ് ഏൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ വിൻഡോയിൽ ഒരു പരസ്യം ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചുള്ളോ അല്ലെങ്കിൽ മൂവി ട്രെയിലേഴ്സ്, ഗെയിംസ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഡ് ആയിരിക്കും ലോഡ് ആവുക. അതിന് മുകളിലായിട്ട് ടൈമിംഗ് റൺ ചെയ്യുന്നുണ്ട്. റിവാർഡിങ് 20 സെക്കൻഡ്, 90 സെക്കൻഡ് എന്ന് പറയുന്നത്. ആ ടൈമിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആഡ് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവുന്നതാണ്. നമ്മുടെ പോയിൻറ്റ്സ് നമ്മുടെ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായി ആഡ് ആവുകയും ചെയ്യും. സോ ഇപ്പോൾ കേട്ടോ, ആഡ് ക്ലോസ് ആയതിനു ശേഷം നമുക്ക് 15 പോയിൻറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു 5 പോയിൻറ്റ്സ് എക്സ്ട്രാ നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഈ പോയിൻ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ നോർമൽ വാച്ച് ചെയ്യുന്ന ആഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നതാണ്. സോ നമുക്കിപ്പോൾ വാലറ്റിൽ 10 പോയിൻറ്റ്സ് ആണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആഡ് വാച്ച് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രമേ ഇപ്പോൾ കാണിക്കുള്ളൂ. നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്താണ് ഓട്ടോമാറ്റിക്കായി നമ്മൾ വീഡിയോ വാച്ച് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിൽ വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് മിനിമം 100 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. സോ 100 പോയിൻറ്റ്സ് എന്നുള്ളതിൽ നമുക്ക് പോയിൻറ്റ് ഡീറ്റെയിൽസ് എത്രയാണ് നമുക്ക് 100 പോയിൻറ്റ്സ് റിഡീം ചെയ്യുന്ന കിട്ടുന്നത് എന്നുള്ളതെല്ലാം നമ്മുടെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. സോ എല്ലാവരും ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുത്തുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് ഇത് നിങ്ങളുടെ കൂൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവർക്കും ഏണിങ്ങുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപോകുന്നവരെ ഗുഡ് ബൈ.